അപ്പം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എൻ കെ ഗെയിം ഓറൻസിന്റെ ഒരു അടുത്ത എപ്പിസോഡുമായിട്ട്. അപ്പൊ നമ്മള് ഇന്ന് കളിക്കാൻ പോകുന്ന ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ഹൊറർ ക്രാഫ്റ്റ് ആണ്. അപ്പൊ നമുക്ക് കളി കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഇന്നലെ നിർത്തിയെടുത്ത് തന്നെ വലിയ കളിയൊന്നും തുടങ്ങിയില്ല. ഈ സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് വെച്ചു, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ആർമർ ഉണ്ടാക്കാം. ജസ്റ്റ് ആർമർ ഉണ്ടാക്കിയിട്ട് ബാക്കി കളി കണ്ടിന്യൂ ചെയ്യാൻ. ഒരു ഡയമണ്ട് എന്തിനു പറയുന്നത്, ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിങ്സ്, ബൂട്ട്സ് എല്ലാം സെറ്റായി. അങ്ങനെ നമ്മൾ സൂട്ടപ്പ് ചെയ്യുകയാണ്. ടാക് 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 ടാക്. അങ്ങനെ നമ്മൾ സൂട്ടപ്പ് ചെയ്തിരിക്കും. ഇനി നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ആർമർ ഉണ്ടല്ലോ, അതിനൊരു ആർമർ സ്റ്റാൻഡിലാക്കണം. ആർമർ സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കുന്നത്? ആർമർ സ്റ്റാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ആർമർ സ്റ്റാൻഡിന്റെ റെസിപ്പി ഇല്ലേ? റെസിപ്പിന്റെ ബുക്കില് എന്ത് പരിപാടി? സ്ലാബ് ഉണ്ടാക്കണം എന്ന് തോന്നുന്നു. സ്റ്റോൺ എടുത്ത് ഗോബിൾ സ്റ്റോൺ എടുക്കുക, നമുക്ക് സ്റ്റോണിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്ന്. ആക്കൂ ആക്കൂ ആക്കൂ. അപ്പത്തെ അയൺ. ചെക്ക് ചെക്ക് ചെക്ക്. ഇല്ല, എന്നിട്ടും ഇല്ലല്ലോ റെസിപ്പിയില്. ആന്തോണി മൂത്താക്കട്ടെ. ഇത് നാം പകുതി അങ്ങ് ആക്കട്ടെ, അപ്പൊ നോക്കാം, ചെലപ്പോ ഓക്കെ. ഇല്ല, ഇതെന്താ അവസ്ഥ? ഇനി ഗ്രൈൻഡ് സ്റ്റോൺ ഉണ്ടാക്കണോ അല്ലേ? ആകെ അത് രണ്ടോ? യെസ്, ആർമർ സ്റ്റാൻഡ് ഉണ്ടാക്കേണ്ട രീതി കിട്ടി. അതാ ഞാൻ ആലോചിക്കുന്നത്, എവിടെയോ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. അല്ല, ഉണ്ടാക്കാനല്ല, റെസിപ്പി എനിക്ക് അറിഞ്ഞൂടാ. എന്തോ സ്ലാബ് വെച്ചിട്ട് ഉണ്ടാക്കണേന്ന് മാത്രമേ അറിഞ്ഞൂടൂ. സ്ലാബ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞൂടാ, അത് സംഭവിച്ചേ. അപ്പൊ നമുക്കിത് ഇവിടെ ഇങ്ങനെ വെച്ച് പോവാം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്. നീ ഇതേപോലത്തെ കുറച്ചും കൂടെ ഉണ്ടാക്കണം. നമ്മുടെ ഇപ്പത്തെ ആർമർ അങ്ങനെ റിട്ടയർമെന്റിലേക്ക് പോവുകയാണ്. ഇതൊക്കെ പോട്ടെ. ആർമർ റിട്ടയർമെന്റ്. അങ്ങനെ ഈ കുട്ടി തളർന്നിരിക്കുന്നു. അങ്ങനെ ഇവൻ ഇതായി. ഇനി അടുത്ത ആർമർ ഇതേപോലത്തെ ഒക്കെ ഉണ്ടാക്കണം. ഇപ്പം ഡയമണ്ട് എന്തായാലും ഇതാക്കാം. നമുക്ക് അടുത്ത പണി ചെയ്യാനുള്ള ഇപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യാനുള്ള സംഭവം മെയിനായിട്ട് എന്തോന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് എൻചാന്റിങ് ടേബിൾ ഇന്ന് ഫുള്ള് സെറ്റ് ആക്കണം. രണ്ട്, നമുക്കൊരു ഫാം ഉണ്ടാക്കണം മൃഗങ്ങളുടെ ആയിട്ട്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ജോലി മെയിനായിട്ട്. അപ്പൊ ഞാൻ എന്തായാലും തുടങ്ങിയേക്കുന്നുണ്ട്. നിങ്ങൾ ഇനി ബാക്കി കളി കണ്ടാക്കുക.
അല്ല ഗൈസ്, എനിക്ക് അങ്ങോട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഇവനും തരങ്ങാണ്ടിരിക്കുന്നേ വീഡിയോ ഓൺ തന്നെയല്ലേ? അതെ, വേണോൻ തന്നെ. ഇവനെന്താ അരങ്ങാണ്ടിരിക്കുന്നത്? ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യുമ്പോ കൂടി ആശാ കുടുങ്ങി പോയവിടെ. അയ്യോ, അത് കൊള്ളാം, അത് അടിപൊളി. ഡെക്കറേറ്റ് ചെയ്ത സാധനത്തിലാവുമ്പോ അത് കുടുങ്ങി കളഞ്ഞു. അയ്യോ പാവച്ചാൻ ചത്തുപോയി. ഈ സാധനം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വരുമ്പോ അതിലൊക്കെ കുടുങ്ങിപ്പോയി ആള്. പാവം. ഞാനിപ്പോ ഇതിങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വരുമായിരുന്നു. ഇവിടെ വന്നിട്ട് കുറച്ചിങ്ങനെ വെക്കുന്ന പരിപാടിയൊക്കെ ആയിട്ട്. ഇങ്ങനെ വെക്കണം, അല്ലെങ്കിൽ തന്നെ കാണാനൊന്നും ഇല്ല. ഇല്ല, അത് വേണ്ട. അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഡെക്കറേറ്റ് എല്ലാം നോക്കിയിട്ട് ഇതാക്കാം. എനിക്ക് ഡെക്കറേഷൻ വലിയ രീതിക്കൊന്നും അറിഞ്ഞൂടാ. അവിടെ ഞാൻ കുറച്ച് കഷ്ടപ്പെടുക. പിന്നെ കാഴ്ച ഞാൻ പറയാൻ വിട്ടുപോയി. നമുക്ക് ആൻഷ്യൻ ടോം എന്നും പറഞ്ഞൊരു സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എൻചാൻറ്റ്മെന്റ്സ് മേടിക്കാൻ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് അല്ല, സെക്കൻഡ് എപ്പിസോഡ്. അതിലേക്ക് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു ഒരു ട്രേഡറിനെ. ആ ട്രേഡറിന്റെ കയ്യിൽ നിന്ന് മേടിക്കാനായിട്ട് ആ ടോം എൻചാൻറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം. ഞാനതിപ്പോ ഇത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് കണ്ടോണ്ടങ്ങ് പറഞ്ഞത്. ഇങ്ങനത്തെ സാധനം എല്ലാം ഇതൊന്ന് മാറ്റിയിട്ട് ഇപ്പുറത്ത് 4 കൂടി വാങ്ങിച്ച കത്തിപ്പോയി. നിയർ മോൺസ്റ്റേഴ്സ്, മോൺസ്റ്റേഴ്സ് എന്നാ അടുത്ത സ്ഥലത്ത് പോയി കിടക്കൂ. ഇതിനാണ് 2 സൈഡിൽ നാം ഈ പ്രേതത്തൊക്കെ കൊണ്ടുവന്നില്ല, നാളെ മുടിഞ്ഞു. ഇതിനൊക്കെ നാം വെട്ടിക്കൊന്നാളെ. സത്യം പറഞ്ഞ ദേഷ്യം വരുന്നു. ഇതിപ്പോ നമ്മുടെ ഇതായിട്ടേ ഉള്ളു. ഞാൻ ആ ഫാം ഉണ്ടാക്കുന്നില്ല, അതിന്റെ ഒരു മിനിമം ബേസ് ആയിട്ടാണല്ലോ. ഇനി ബാക്കിയും കൂടെ ഒട്ടാക്കണം. ഇവിടെ നമ്മുടെ കൗവ്, ഷീപ്പ്, കുതിര അങ്ങനത്തെ സാധനമൊക്കെ ഇല്ലേ, അതല്ല ഇതിന്റെ അകത്തുണ്ടാവുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി ഇങ്ങോട്ടേക്ക് വേറെ ഫാം നാം പണിയുന്നുണ്ട്. മറ്റേ ഇതിന്റെ അല്ലാണ്ട് ബീച്ച് അത് ഇതൊക്കെ വെച്ചിട്ട്. എന്തായാലും ഇതിപ്പോ എന്തായാലും ഉണ്ടാക്കട്ടെ. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കൂടെ ഇതാക്കാം. ഇടക്കിടക്ക് ഇങ്ങനത്തെ പ്രേതങ്ങളെ കാണുമ്പോ പറയാം. ഇതൊക്കെ ഒരടിക്ക് വന്നിട്ട് മഞ്ഞ നെഞ്ചൊക്കെ കലക്കിയിട്ടാ പോവുക. അതാ സഹിച്ചിടാത്ത ജംസ്കെയർ വെറുതെ എന്റെ അത്രയും കൊടുത്തേക്കുന്നത്. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ മറ്റേ വള്ളി. അപ്പൊ ഞാൻ ഇത് ബാക്കി കൂടെ ഉണ്ടാക്കണം. അപ്പൊ ഹലോ ഗൈസ്, ഞാനിപ്പം ഇതിന്റെ മുകളിലത്തെ ഫ്ലോർ ഒന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഈ ട്രേഡർ ഇങ്ങോട്ട് സ്പോൺ ആയത്. ഇവന്റെ കയ്യിലാണ് മറ്റേ പവർഫുൾ സാധനമൊക്കെ ഉള്ളത്. മെൻഡിങ് 2 വെച്ച്. അപ്പൊ നമുക്ക് എന്തായാലും ഇവനെ ഇവിടെ ഇട്ടേക്കാം. നമുക്ക് ഞാൻ ബാക്കിയും കൂടെ എന്തായാലും പണി ചെയ്യട്ടെ. ഒന്ന് പോയിട്ട് എത്ര 3 ഹൈറ്റ് തീർന്നു. 3, 4. അപ്പൊ ഞാൻ ബാക്കിയും കൂടെ പണി ചെയ്തിട്ട് കാണാം. ഓക്കെ ഗൈസ്,
ഞാൻ ഇപ്പൊ മൃഗങ്ങളെ തേടുന്ന സമയത്ത് ഒരുത്തിനെ കിട്ടിയേക്ക് എനിക്ക് വേണ്ടി. അവൻ ഒറിജിനൽ ആണോ അതോ ഷാഡോ ക്ലോൺ ആണോ അറിയാത്ത. യെസ്, അവൻ ഒറിജിനല്ല. അവന് 200 സംതിങ് ആയിരുന്നല്ലേ ജീവൻ. ഈ പ്രാവശ്യം നീ എന്നെ കൊല്ലാൻ കുറച്ച് കഷ്ടപ്പെട്ടോ. ഡയമണ്ട് ആർമർ ആണടാ, ഡയമണ്ട് ആർമർ. ഓ, അവന്റെ അടി എന്നാലും പവർഫുൾ തന്നെയാ. നീ അങ്ങോട്ടോടെ ഓടാൻ നോക്കുന്നേ. ആഹാ, നിന്നെ നാം കൊന്നിട്ടല്ലോ കാര്യം. ഓ ഷിറ്റ്. അവൻ ഇപ്പൊ എന്നെ തക്കും തോന്നുന്നു. എന്താ തലച്ചോറ് വർക്കിംഗ് അല്ലേ? കുറച്ച് റേഞ്ചാ ഉള്ളു അവന്, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ലാത്ത. അവന്റെ എന്തെങ്കിലും കിട്ടിയാ കിട്ടി. കൊല്ലും പിൻപെണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരുവല്ലേ. ഇതാരാ? ഇത് അടുത്ത ആള്. എന്താ ചെയ്യാ? ഇതിപ്പോ ഫ്രീക്വന്റ്ലി ഇതായി വരുന്നുണ്ട്. മോബിനൊന്നും കിട്ടുന്നില്ല, വാ പോയി കിടന്നുറങ്ങാം. അപ്പൊ ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നു. കാരണം എന്താ വെച്ചാല് ഫാം നമ്മളെല്ലാം തീർന്നു. ഫാം ഹൗസിലേക്ക് എല്ലാ ജീവികളെയും കൊണ്ടുവരാനൊന്നും ബാക്കിയില്ല എന്നാണ് എന്റെ ഒരു ഇത് നിഗമനം. കാരണം 2 3 വെച്ചൊക്കെ എനിക്ക് കിട്ടിയ സ്ഥാനത്ത് എല്ലാത്തിനെയും കൊണ്ടുവന്നു, കോഴീനെയും കാര്യത്തിനൊക്കെ. ഇതുങ്ങളെ കൊണ്ടുവരാനാ പാട് വിട്ടുപോയവന്. ഷീപ്പെ ഭക്ഷണം കഴിക്കും, നിന്റെ ബോള് നാം പെട്ടാൻ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പം ടാറ്റ, ബൈ ബൈ.